ഹായ്, ഇത് ഞാൻ തന്നെയാണ്. എൻ്റെ സൗണ്ട് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നീലശലഭം പാർട്ട് 4. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വെള്ളത്തിനടിയിൽ ആളോ? അതാരാ ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്നത്? പാമ അങ്ങനെ ചോദിച്ചതോ നീലി കൈ മലർത്തി കാണിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിനി വെറുതെ ഈ നാടെല്ലാം ഒന്ന് ചുറ്റാം. കൂടാതെ നിനക്ക് 3ാമത്തെ തറവാടും കാണിച്ചു തരാം. ഇനി അവിടെ വീണതോർത്ത് ഭയക്കണ്ട, അതെല്ലാം അവിടെ തീർന്നു, അത്രേ ഉള്ളൂ കേട്ടോ. നീലി തലയാട്ടി മറുപടി കൊടുത്തു. അവിടെയുള്ള ആമ്പൽപ്പൂക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭാമയും നീലിയും നടന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശമായിരുന്നു അത്. ഭാമ നടക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു നിർത്തി. നിന്റെ മുത്തശ്ശനാണ് വലിയ മുത്തശ്ശൻ. അതിന് താഴെ 2 മുത്തശ്ശനുണ്ട്. ചെറിയ മുത്തശ്ശനാണ് നീ എൻ്റെ വീട്ടിൽ കണ്ടത്. എനിക്ക് ഒരു ഏട്ടനും ഒരു ചേച്ചിയുമുണ്ട്. അവൾ കല്യാണമെല്ലാം കഴിഞ്ഞ് പോയതോടെ ഞാൻ തനിച്ച വീട്ടിൽ. ഏട്ടനാണെങ്കിൽ ഡോക്ടർ ആവാനുള്ള പഠിത്തത്തിലെല്ലാമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാ എത്തുന്നേ. ഇനി എനിക്ക് ഒരു അമ്മായിയുണ്ട്. അവർക്ക് 2 മക്കളുണ്ട്, 2 ചേച്ചിമാര്. അവരുടെ എല്ലാം വിവാഹവും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെയുള്ള വിശേഷം. ഇനി 3ാമത്തെ തറവാട്ടിലാണ് ആളുകൾ ഒത്തിരിയുള്ളത്. അവിടെ നിന്നും പാടവരമ്പിലൂടെ ആ ഇളം കാറ്റിന്റെ കുളിരും കൊണ്ട് നടക്കവേ ഭാമ പറഞ്ഞു നിർത്തി. നീലി എല്ലാം ഒരു പുഞ്ചിരിയോടെ കേൾക്കുന്നുണ്ട്. ഇനി അവിടെ തറവാട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും 4 മക്കളായിരുന്നു. അവിടെ 2 പെൺമക്കളും 2 ആൺമക്കളും. അവർക്കെല്ലാം ഒത്തിരി കുട്ടികളുമുണ്ട്. ആദ്യത്തെ പേരക്കുട്ടിയാണ് ശ്രീയേട്ടൻ. അതായത് അരിയേട്ടൻ്റെ പ്രായം തന്നെയാണ്. ശ്രീയേട്ടൻ മാഷാണ് കേട്ടോ. നല്ലൊരു കണക്ക് മാഷ് തന്നെയാണ്. മഹാ ചൂടന ആള്. പിന്നെ ഏട്ടനൊരു അനിയത്തിയും അനിയനുമുണ്ട്. അമ്മുവും അപ്പവും 2 പേരും ഇരട്ടകളാണ്. 2ഉം ഇപ്പോൾ 10 കഴിഞ്ഞു. ഇനി 2ാമത്തെ അമ്മാവന് ഒരു കുട്ടിയായിരുന്നു, അതായത് ഒരു പെൺകുട്ടി. പക്ഷേ അവൾ മരിച്ചു. എല്ലാവരും ശ്രീയേട്ടൻ കാരണമാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് കുറച്ച് കാലമായി ശ്രീയേട്ടൻ ആരോടും മിണ്ടാറേ ഇല്ലായിരുന്നു. ഇപ്പോഴും അതെ. അതാണ് ഇത്ര ദേഷ്യം ആൾക്ക്. എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മായിമാരൊന്നും അധികം വരില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വന്ന് കാണുമോ എന്നും അറിയില്ല. ഒരമ്മായിക്ക് കുട്ടേട്ടനും പ്രിയ ചേച്ചിയുമുണ്ട്. പ്രിയ ചേച്ചി ഡിഗ്രിക്ക് എന്തോ പഠിക്കുക. 2ാമത്തെ അമ്മായിക്ക് ഒരു മോന, രഞ്ജിത്ത്. അത്രയും പറഞ്ഞ് കഴിഞ്ഞേക്ക് അവർ അവിടെ എത്തിയിരുന്നു. അവിടേക്ക് പോകാനാണെങ്കിൽ അവിടെ ഒരു തോടുണ്ട്. അവൾ അത് കടന്നു പോകാനാണെങ്കിൽ പേടിയുമായിരുന്നു. നീ പേടിക്കാതെ വാ നീലിയെ. ഭാമയുടെ കൈ മുറുകെ പിടിച്ച് പേടിച്ചാണ് നീലി അക്കരെ എത്തുന്നത്. അവൾ അക്കരെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതും നീലിയുടെ കാലിലേക്ക് എന്തോ വന്ന് വീഴുന്നതും ഒരുമിച്ചായിരുന്നു. അവൾ വേദനയോടെ കാലും പൊത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. ഭാമ അത് കണ്ട് പേടിയോടെ അവളുടെ അടുത്തേക്കിരുന്നു. അയ്യോ, നിന്റെ കാലിലേക്ക് എങ്ങനെ മാങ്ങ വീണേ? അത് മുറക്കി ചോദിച്ചുകൊണ്ട് ഭാമ നീലിയുടെ അടുത്തേക്കിരുന്നതും മാവിന്റെ മുകളിൽ നിന്നും അപ്പു പതിയെ വന്നു. അമ്മു പേടിച്ചു മരത്തിന്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ട്. അവർ 2 പേരും ഒന്ന് പേടിച്ച് നീലിയുടെ അടുത്തേക്ക് വന്നു. അമ്പടാ, നിന്റെ പണിയാണല്ലേ. ഭാമ ചേച്ചി ആരോടും പറയല്ലേട്ടോ. അപ്പോഴേക്കും ശബ്ദം കേട്ട് അവിടുത്തെ മുത്തശ്ശനും അവിടുത്തെ 2 അമ്മമാരും ഓടി വന്നിട്ടുണ്ട്. നീലിയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുന്നുമുണ്ട്, കാലിൽ ചുവന്നിട്ടുമുണ്ട്. അയ്യോ, എന്തു പറ്റി മോളെ? മുത്തശ്ശി, നീലിയുടെ കാലിലേക്ക് മാങ്ങ ചാടിയതാ. ഓ, ഈ കുരുത്തം കെട്ടവരായിരിക്കും അല്ലേ? അപ്പുവിന്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് നല്ല ഗൗരവത്തിലുള്ള ഒരാൾ വന്നിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി പോകാൻ വേണ്ടി ഒരുങ്ങിയതും. ഈ മോൾ ഏതാ ബാമേ? ശ്രീയുടെ അമ്മ അത് ചോദിച്ചതും. ഇത് വലിയ മുത്തശ്ശന്റെ വീട്ടിലെ പ്രസാദ് മാമന്റെ മോളാ, നീലിമ എന്ന നീലി. മോള് വന്നു എന്ന് പറയുന്നത് കേട്ടിരുന്നു. മോള് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഈ കുരുത്തം കെട്ടവർ ഓരോന്ന് ചെയ്തു വെച്ചല്ലോ. അപ്പോഴും നീലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീകാന്ത് അത് കേട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ശ്രീകുട്ട, നീ മോളെ ഒന്ന് പൊക്കി അകത്തേക്ക് വെച്ചേ. മുത്തശ്ശൻ പറയുന്നത് കേട്ടതും അവനൊന്നും മിണ്ടാതെ വന്ന് കയ്യിൽ കോരിയെടുത്തതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിലോ ഗൗരവത്തിൽ തന്നെയായിരുന്നു. അവന്റെ ഗൗരവത്തിലുള്ള മുഖം കണ്ട് അവൾ ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. അത് കണ്ട് അവൻ പൂരികം പൊക്കി എന്താണെന്ന് കാണിച്ചതും അവൾ ഞെട്ടി ഒന്നുമില്ലെന്ന് തലയാട്ടി. അവൻ
അവൻ അവളെ തിണ്ണയിൽ കൊണ്ടുപോയി ഇരുത്തി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച ആമ്പൽ പൂക്കൾ അവൻ ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാം അവൾക്ക് ചുറ്റും നിന്നു. കാൽ നല്ലവണ്ണം ചുവന്നിട്ടുണ്ടല്ലോ മോളെ. ആ മോളെ, നല്ല വേദനയുണ്ടോ? നീലി ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളൊന്നും പറയാതിരിക്കുന്നേ? മുത്തശ്ശൻ വീണ്ടും ചോദിച്ചതും നീലിക്ക് സംസാരശേഷിയില്ല മുത്തശ്ശ, പറയുന്നതെല്ലാം കേൾക്കും. ബാമ അത് പറഞ്ഞതും അത് കേട്ട് അകത്തേക്ക് കയറാൻ നിന്ന ശ്രീകാന്ത് ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോ എൻ്റെ മുറിയിൽ നിന്നും ആ മുറിവിനുള്ള എണ്ണ കൊണ്ടുവന്നേ. അവരെല്ലാം ചുറ്റും നോക്കി നിൽപ്പുണ്ട്. നീലിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. അവളുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകുമായിരുന്നു. അപ്പു കൊണ്ടുവന്ന എണ്ണ കൊണ്ട് മുത്തശ്ശൻ അവളുടെ കാലിൽ തേച്ചു. ഒരു പ്ലാവിനില ചൂടാക്കി കൊണ്ടുവാ. ശ്രീകാന്തിന്റെ അമ്മ ഓടിപ്പോയി ഒരു പ്ലാവിനിലയും ചൂടാക്കി കൊണ്ടുവന്നു. അത് നീലിയുടെ കാലിൽ വെച്ച് തടവുന്നത് കണ്ട് നീലി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ തടവലിൽ അവളുടെ കാലുകളുടെ വേദനയെല്ലാം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി അവൾക്ക്. ഇപ്പോ എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞോ? അവൾ അതേ എന്ന് തലയാട്ടി കാണിച്ചു. അപ്പോഴും അവളുടെ കയ്യിൽ ആ ആമ്പൽ പൂക്കൾ ഉണ്ടായിരുന്നു. ഇതെവിടെന്ന് കിട്ടി ചേച്ചി? അമ്പലക്കുളത്തിൽ നിന്നും. അവൾ അതും പറഞ്ഞ് നീലിയൊന്ന് നോക്കി. എല്ലാവരും അങ്ങ് പേടിച്ചു പോയി മോളെ. ഇനി ഞങ്ങൾ അടുക്കളയിലേക്കൊന്ന് പോകട്ടെ. അമ്മമാർ രണ്ടുപേരും അകത്തേക്ക് പോയി. നീലി അപ്പോഴും അതെല്ലാം നോക്കി നിൽപ്പുണ്ട്. മുത്തശ്ശനും കൈക്കോട്ടും എടുത്ത് പാടത്തേക്ക് ഇറങ്ങി നടന്നു. ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ അത് ചോദിച്ചതും നീലി പുഞ്ചിരിയോടെ തലയാട്ടി കാണിച്ചു. ഞങ്ങൾ മാങ്ങ പറിക്കാൻ ആരും കാണാതെ മരത്തിൽ കയറിയതാ. അറിയാതെ കേട്ടോ, ക്ഷമിക്കട്ടോ. അപ്പു അങ്ങനെ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ വീണ്ടും തലയാട്ടി. ക്ഷമിക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് വേണം മാങ്ങ. അതിനെന്താ മാമ ചേച്ചിയെ, നല്ല ഉപ്പും മുളകും തിരുമി നമുക്ക് കഴിക്കാം. എന്നാ വാ, നമുക്ക് തോടും വക്കത്തേക്ക് ഇറങ്ങാം. അതും പറഞ്ഞ് മാങ്ങയും കൈ പിടിച്ച് അവരിറങ്ങി. അപ്പോ ഉപ്പും മുളകും എടുത്തോ? അതൊക്കെ ഉണ്ട് എൻ്റെ ചേച്ചിയെ, നടക്ക്. അരയിൽ ഒളിപ്പിച്ചു വെച്ച ഉപ്പും മുളകും തിരുമ്മിയ പൊടിയുള്ള പേപ്പർ നിവർത്തി നിലത്ത് വിരിച്ചു. അവരെല്ലാം ചുറ്റുമിരുന്നു. അപ്പു അവൻ്റെ കയ്യിലുള്ള 4 മാങ്ങയും ഓരോരുത്തർക്ക് നൽകി. എല്ലാവരും കടിച്ച് പറിച്ച് അതിലൊപ്പി തിന്നുന്നത് കണ്ട് നീലി അതുപോലെ ചെയ്തു. നീലിക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. അവരുടെ കൂടെ കൂടി അവൾ ആസ്വദിച്ചു തുടങ്ങി. നീലി ചേച്ചി എങ്ങനെയുണ്ട്? അവൾ കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. നീലിക്ക് ഇങ്ങനെ ഒന്നും പരിചയമില്ല. നീലി ഫുൾ വിദേശത്തായിരുന്നു. ഇനി നമ്മൾ വേണം ഇവിടെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ. അതിനെന്താ, ഈ അവധിക്കാലം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമായിരുന്നു ഞാനും അമ്മുവും. നമുക്കിനി നീലി ചേച്ചിയുമായി അങ്ങ് ആഘോഷിക്കാം. നമുക്കിന്ന് നമ്മുടെ കുളത്തിൽ പോയി കുളിയും വെള്ളത്തിൽ ഒളിച്ച് കളിയെല്ലാം കളിക്കാം. അമ്മു പറയുന്നത് കേട്ടോ നീലി ഒന്ന് ഞെട്ടിക്കൊണ്ട് ബാമയെ നോക്കി. ഏയ് ഇന്ന് വേണ്ട, പിന്നീടാവാം. എന്നാ അങ്ങനെ ആവട്ടെ, നമുക്ക് പാടത്തെല്ലാം ഒന്ന് കറങ്ങി വരാം. ഓക്കെ. അവരെല്ലാം എണീറ്റ് നടന്നു. നീലി ചുറ്റുമുള്ള കാഴ്ചകളെ അത്ഭുതത്തോടെ നോക്കി കണ്ടു. ചേച്ചിക്കൊരു കഥ പറഞ്ഞു തരണോ? പണ്ട് ഈ ബാമ ചേച്ചി ഉണ്ടല്ലോ. അപ്പു എന്തോ പറയാൻ വന്നതും ബാമ അവന്റെ വാ പൊത്തി. നീലി എന്താണെന്ന പോലെ അവരെ എല്ലാം നോക്കി. നീലി ചേച്ചിയും അറിയട്ടെ ഈ വീരശൂര പരാക്രമി വെറും മാക്രിയാണെന്ന്. അപ്പോ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് പോടാ, കിട്ടും നിനക്കിട്ടോ. നീലി അവളെ തോണ്ടി വിളിച്ചുകൊണ്ട് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അതൊന്നുമില്ല. ബാമ അതും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതും ഉണ്ട് ചേച്ചിയെ ഉണ്ട്. ബാമ ചേച്ചി ഒരിക്കൽ ഇവിടെ തറവാട്ടിൽ എല്ലാവരും കൂടി ഒരു ദിവസം എല്ലാവരും കൂടെ പാടത്തേക്കിറങ്ങി. പാടത്താണെങ്കിൽ അന്ന് കശുവണ്ടി മാങ്ങയും പേരക്കയും ജാതിയും എല്ലാം കാച്ചു നിൽക്കുന്ന കാലം. ഇവിടത്തെ പേരക്കുട്ടികൾ കൂടെ അങ്ങിറങ്ങി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പേരക്ക വേണമെന്ന് പറഞ്ഞു. അന്ന് അരിയേട്ടൻ പേരക്ക പറിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഈ ബാമ ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ മരത്തിൽ കയറാമെന്നും പറഞ്ഞ് വലിയ വീരശൂര പരാക്രമിയായി കയറാൻ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ടാന്ന്. അവൾ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് മരത്ത് ചാടിത്തുള്ളി കയറി. എന്നിട്ടോ അവൾ കയറിപ്പോയിരുന്നതോ ഒരു ചെറിയ കൊമ്പിൽ. അതിരുന്നതും അത് പൊട്ടിച്ചാടുന്നതും ഒപ്പം ആ കിടക്കുന്നു വെട്ടിയിട്ട വായത്തണ്ട് പോലെ. പിന്നങ്ങ് വിളിച്ചു കൂവി. ഇവൾ ബഹളമാക്കി. അതോടെ വായക്ക് മുയ്യോ ഞങ്ങൾക്കും കിട്ടി. ഇവളോ 1 മാസം കാലിൽ ചതവും എന്ന് പറഞ്ഞു ഒരേ കിടത്തമായിരുന്നു. പാവം ഇപ്പൊ എങ്ങനെ ഉണ്ടോ എന്തോ.
അവസാനം അവളെ കളിയാക്കിക്കൊണ്ട് അപ്പു പറഞ്ഞതും ഡാ നിന്നെ ഞാൻ ഉണ്ടല്ലോ അതും പറഞ്ഞ് ബാമ അവൻ്റെ പിന്നാലെ ഓടി. അത് കണ്ട് അമ്മുവും നീലിയും ചിരിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോയാ നമുക്ക് ഇനി കക്ക് കളിക്കാം. വാ ശരിയാ, കുറേ ആയൊന്ന് കളിച്ചിട്ട് നമുക്ക് കളിക്കാം. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവർ പറഞ്ഞു. വീട്ടിലെത്തിയതും മുറ്റത്ത് തന്നെ അമ്മു 3 കള്ളി വരച്ചു. അതിലേക്ക് കക്കിട്ട് അവർ കളിക്കുന്നത് തിണ്ണയിലിരുന്ന് നീലിയും അപ്പുവും നോക്കി നിന്നു. നീലി ചേച്ചിക്ക് ഇത് കളിക്കാൻ പഠിക്കണ്ടേ? അമ്മു അവൾ അതേ എന്ന് തലയാട്ടി കാണിച്ചു. എന്നാ വാ ചേച്ചി, അവളെ എണീപ്പിച്ചു കൊണ്ട് പറഞ്ഞതു. ഇത് കക്ക്, ഇത് ആദ്യത്തെ കല്ലിലേക്കിടുക. എന്നിട്ട് ചേച്ചി ഒറ്റ കാലിൽ നിൽക്കുക, മറ്റേത് പൊക്കി പിടിച്ചിട്ട്. എന്നിട്ട് വിരയിലൊന്നും തട്ടാതെ ഇത് നീക്കിക്കൊണ്ടു പോകണം. അത് കേട്ട് നീലി അതുപോലെ ഒറ്റക്കാല് പൊക്കിക്കൊണ്ട് കക്ക് തട്ടിയതും അത് തെറിച്ചു. അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ശ്രീകാന്തിന്റെ നെറ്റിയിൽ പോയി അത് ഇടിച്ചതും അതും പറഞ്ഞ് അവൻ നെറ്റിയിൽ പിടിച്ചു. നീലി ഞെട്ടിപ്പോയി. അവൾ പേടിച്ച് പതിയെ അവിടെ ഉണ്ടായിരുന്ന ബാമയുടെ പുറകിൽ ഒളിച്ചു. അമ്മുവും ബാമയും ഇത് കണ്ട് പേടിച്ചിരുന്നു. അവൻ ദേഷ്യത്തിൽ എല്ലാവരെയും ഒരു നോട്ടമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ മുന്നോട്ട് നടന്നു. ഇടക്ക് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബാമയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന നീലി ഒരു ആശ്വാസത്തോടെ അവിടെ നിന്നും മാറി അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവനൊന്ന് അവളെ നോക്കി പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു നീങ്ങി. ഓ ഞാനൊന്ന് പേടിച്ചു, ബാമ നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. ചേട്ടന് നല്ല ദേഷ്യമാ, പെട്ടെന്ന് ദേഷ്യം വരും. അമ്മ പറയുന്നത് നീലി ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു. എന്നിട്ട് നടന്നു പോകുന്ന അവനെ ഒന്ന് നോക്കി. അവൻ അപ്പോഴേക്കും നടന്നകന്നിരുന്നു. അപ്പോഴാണ് പുറത്തേക്ക് 2 അമ്മമാരും വരുന്നത്. വാ മക്കളെ, ഊണ് കഴിക്കാം. അത് കേട്ടതും എല്ലാവരും അകത്തേക്ക് കയറി. നീലിയെ 2 അമ്മമാരും കൂടെ നല്ല സൽക്കരിക്കലെല്ലാമായിരുന്നു. അവളും ഒത്തിരി സന്തോഷിച്ചു. ആ മക്കളെ, ഇന്ന് രഞ്ജിത്ത് മോനും അമ്മായിയും വരുന്നുണ്ട്. മക്കൾ ഇന്ന് ഇവിടെ നിന്നോ? ലക്ഷ്മി അമ്മ അത് പറഞ്ഞു. അതെ, ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയാം. ശ്രീകാന്തിന്റെ അമ്മയും അത് അനുകൂലിച്ചു. അത് വേണ്ട, നീലിയെ വൈകുന്നേരത്തിന് മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും നീലി ഞെട്ടിക്കൊണ്ട് ബാമയെ നോക്കി. അത് ഇവളിവിടെ എല്ലാം ആദ്യമായിട്ടല്ലേ, അപ്പോ പെട്ടെന്ന് വിട്ടു നിൽക്കാം എന്ന് വിചാരിച്ചു കാണും, അതുകൊണ്ടാ. ബാമ തപ്പി പിടിച്ചാണ് അവൾ പറയുന്നത്. അതെല്ലാം അപ്പു ശ്രദ്ധിച്ചു. എന്നാ ബാമമോള് ഇവിടെ നിൽക്ക്. അയ്യോ ഞാനിവിടെ നിന്നാ ശരിയാവില്ല, ഇവൾക്ക് വയ്യ അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. എന്നാ ശരി, മോൾ ഒരു ദിവസം വരണം. ലക്ഷ്മി അമ്മ നീലിയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാ അവർ വന്നിട്ട് പോകാം, അതുവരെ ഇവിടെ കളിച്ചോ. അയ്യോ വേണ്ട, ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, വീട്ടിൽ പോകണ്ടേ, ടൈം ഒത്തിരി ആവാനായില്ലേ. അവളുടെ തപ്പിപ്പിടുത്തവും ധൃതിയും നീലി ശ്രദ്ധിച്ചു. എന്നാ അങ്ങനെയാവട്ടെ. ബാമ പെട്ടെന്ന് നീലിയെ പിടിച്ചു നടക്കാൻ തുടങ്ങിയതും അതെ ചേച്ചി ഒന്ന് അവിടെ നിന്നേ. അതും പറഞ്ഞ് അപ്പു അവരുടെ അടുത്തേക്ക് ഓടി വന്നു. നിന്റെ തപ്പിപ്പിടുത്തവും മോട്ടവും എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാവം, ഒന്നും അറിയാതെ നിൽക്കുന്ന ആ നീലി ചേച്ചിക്ക് കൂടി പറഞ്ഞു കൊടുക്ക് കേട്ടോ. അതും പറഞ്ഞ് അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഓടി. നീലി എന്താ എന്ന പോലെ ബാമയെ നോക്കി. അതല്ല, ഞാൻ പറഞ്ഞു തരാം, വേഗം ഇവിടുന്ന് പോകട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല മോളെ, പെട്ടെന്ന് വാ. തിണ്ണയിലിരിക്കുന്ന ആമ്പൽപ്പൂക്കൾ വാരിയെടുക്കാൻ അപ്പോഴും നീലി മറന്നില്ല. ബാമ നീലിയെ പിടിച്ച് അവിടെ നിന്നും ഓടി ഇറങ്ങി. നീലിയും അവളുടെ കൂടെ തന്നെ ഓടുന്നുണ്ട്. അവർ ഓടി മറഞ്ഞതും ആ വീട്ടുമുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. അത് കണ്ടതും അപ്പു പാളി നോക്കുന്നുണ്ട് ഇവരെ. അവരപ്പോഴേക്കും പോയി മറഞ്ഞിരുന്നു. ഇഷ്ടമായാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ. തുടരും.